ബട്ടർ സ്റ്റാർട്ട് വരുന്ന വാഹനം സ്റ്റാർട്ട് വരും, അലൈവിൽ വരും. മാനുവൽ 360 ക്യാമറ ഉണ്ട്. അത് ശരി, ഓക്കെ. മാനുവൽ ആണ്. ഓട്ടോമാറ്റിക് വരുമ്പോൾ XZ+ വരും. ഇത് മാനുവൽ വാഹനമാണ്. അതിൽ ടോപ്പൊക്കെ ഡാർക്ക് എഡിഷൻ, മൊത്തം ഡാർക്കാണ്, ഉള്ളും ഡാർക്ക് എഡിഷൻ ആണ്. ഒരു സ്പെഷ്യൽ ഇത് 2019 ലാസ്റ്റ് വണ്ടി, സിംഗിൾ ഓണർ. സീറ്റാണ് ഉള്ളിൻ്റെ തൊട്ട് താഴെ. എന്നാലും മറ്റേ സ്വിഫ്റ്റ് പോലെയല്ല, ബ്ലാക്ക് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി വെച്ചിട്ടുണ്ട്. സ്റ്റിക്കറിംഗ് ആണ്, വേറെ പെയിൻറ്റിംഗ് ഒന്നുമില്ല. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റോസ് കാസിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഹുസൈൻ ഖാൻ, സ്വാഗതം. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ മമ്മിയൂരാണ്. ഗുരുവായൂരിൻ്റെ അടുത്ത് മമ്മിയൂർ കുന്നംകുളം റൂട്ടിൽ ലിറ്റിൽ ഫ്ലവർ കോളേജ്, അതിൻ്റെ ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പമ്പ്, അതിൻ്റെ സൈഡിലായിട്ട് അല്ലേ? ഓക്കെ, അതാണ് ലൊക്കേഷൻ വരുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത്തെ വണ്ടികളുടെ ഡീറ്റെയിൽ എങ്ങനെയാണ്? നമുക്ക് കുറച്ച് XCVs ഉണ്ട്. ഓട്ടം കുറഞ്ഞ 30,000 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ഓടിയ വണ്ടികൾ. ശരി, പുതിയ മോഡൽ വണ്ടികൾ. ഓക്കെ, ന്യൂ മോഡൽ. അതെ അതെ. വേറെ ചെറിയ വണ്ടി നമുക്ക് സ്വിഫ്റ്റുകളുണ്ട്, കുറച്ച് സ്വിഫ്റ്റുകളുണ്ട്. ഓക്കെ, അപ്പോൾ സ്വിഫ്റ്റുകളുടെ ഒരു കൊട്ടാരമാണിത് റോസ് കാസ് എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇവിടെ കൂടുതലായിട്ട് വിറ്റ് പോകുന്ന ടൈപ്പ് വണ്ടികൾ ഏതാണ്? ഞങ്ങൾക്ക് അധികം സ്വിഫ്റ്റ് പോകുന്നത്. എവിടെ നിന്നൊക്കെ കസ്റ്റമേഴ്സ് വരുന്നുണ്ട്? നമ്മുടെ വടകര, കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, ഫുള്ള് നമ്മുടെ നാട്ടിൽ തന്നെയാണ്. അവിടെ തന്നെ വടക്കം തന്നെയാണ് മൊത്തം വരുന്നത് അല്ലേ? അതെ അതെ. തിരുവനന്തപുരം കുറവാണ്, എന്നാലും ഉണ്ട്. തൃശ്ശൂരിനൊക്കെ അത്യാവശ്യം വരുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ വീഡിയോയിൽ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. റൈറ്റ് സൈഡിൽ ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ പുതിയ ആപ്ലിക്കേഷനാണ് മേരാ കാസ്. അതിൽ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് നിങ്ങളുടെ കാറ് വിൽക്കാൻ സാധിക്കുന്നതാണ്. ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഇത് പലരും നമ്പർ മാറിപ്പോയിട്ട് ഈ നമ്പറിലേക്ക് വണ്ടി ചോദിച്ച് വിളിക്കുന്നുണ്ട്. അപ്പോൾ ദയവായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ വണ്ടി വിൽക്കാനുണ്ടെങ്കിൽ മാത്രം ഈ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കുക. ഈ ഷോറൂമിലേക്ക് വിളിക്കാൻ മേലെ കൊടുത്ത ഈ നമ്പറിലേക്ക് വിളിക്കുക. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഡീറ്റെയിൽ. ഓക്കെ, ആദ്യ വാഹനം നമുക്ക് ഹോണ്ടയുടെ WRVയിൽ തുടങ്ങാം. KL 46 രജിസ്ട്രേഷനാണ്. ഗുരുവായൂർ രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ 2019 മോഡൽ. ഓക്കെ, ലാസ്റ്റ് വണ്ടിയാണ്. VX ആണ് വേരിയന്റ് വരുന്നത്. ടോപ്പ് എൻഡ് ആണ്. പെട്രോള്, സൺറൂഫ് വരുന്ന വണ്ടി. ഓക്കെ, വളരെ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. എത്ര? 24,000 ഓടിയിട്ടുള്ളൂ. 4 വർഷം കൊണ്ട് അല്ലേ? 5 വർഷം കൊണ്ട് 24,000 കിലോമീറ്റർ മാത്രം ഓടിയ പെട്രോൾ വാഹനമാണ്. ഫുൾ ഓപ്ഷൻ, സൺറൂഫും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം. WRV. വേറെ കേടുപാടുകളോ തകരാറോ ഒന്നുമില്ല. ഒന്നും സംഭവിച്ചില്ല. കമ്പനി സർവീസ് പ്രോപ്പറാണ്. കമ്പനി സർവീസ് 30-ലാണ് അടുത്ത സർവീസ്. ഓക്കെ, ഒരു 12-15 റേഞ്ച് മൈലേജ് കിട്ടുമായിരിക്കും അല്ലേ? ഏകദേശം ആ റേഞ്ച് മൈലേജും കിട്ടുന്നുണ്ട്. പിന്നെ ഹോണ്ട വണ്ടി, പെട്രോൾ വണ്ടി എല്ലാം ഇപ്പോൾ പറയാറുണ്ട് വീഡിയോയിൽ. മെയിൻ്റനൻസ് ഒന്നും കാര്യമായിട്ട് വരില്ല. ജസ്റ്റ് റെഗുലർ സർവീസ് മാത്രം ചെയ്തു പോയാൽ മതി. നമുക്ക് തലവേദന ഉണ്ടാക്കാത്തൊരു സെഗ്മെൻ്റാണ് ഹോണ്ട സർവീസ്. ഓക്കെ, ഇതാ കിലോമീറ്റർ പറഞ്ഞ പോലെ തന്നെ വണ്ടി എന്തായാലും നീറ്റാണ്. ഇന്റീരിയർ നോക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിലും നീറ്റാണ്. ടയർ ഭാഗങ്ങൾ ടയർ ഭാഗങ്ങൾ ഒരു ആവറേജിന് മുകളിലേ ഉള്ളൂ. 24 ഓടിയ കമ്പനി ടയർ. ഏകദേശം 45,000 കിലോമീറ്റർ ഒക്കെ ഓടുന്നുണ്ട് ടയർ അല്ല? ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? നമുക്ക് ഏകദേശം ഒരു 7 ലക്ഷം രൂപ കൊടുക്കാം. ഒരു ഷിഫ്റ്റിൻ്റെ റേറ്റിന് കൊടുക്കുക. 7 ലക്ഷത്തിന് ഒരു ഷിഫ്റ്റിൻ്റെ റേറ്റ് നിങ്ങൾ സ്വന്തമാക്കാൻ. 2019 VX സൺറൂഫ് വരുന്ന ഒരു വാഹനമാണ് WRV ഹോണ്ടയുടെ. ഒരു 6-6.5 കിട്ടും. ഫുൾ ലോൺ കിട്ടും. നല്ല കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ ലോൺ കൊടുക്കാം. ഫുൾ ലോൺ കിട്ടുന്ന ഒരു വാഹനം, നല്ലൊരു വാഹനം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത വാഹനം കോമ്പാക്ട് SUV സെഗ്മെൻ്റാണ്. KL 55 മലപ്പുറം തിരൂർ രജിസ്ട്രേഷനിൽ വരുന്ന നിസാൻ മാഗ്നൈറ്റ് ആണ്. ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കൂടുതൽ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു SUV അല്ലേ? ഓക്കെ, നിസാൻ്റെ പറഞ്ഞോ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ. ഓക്കെ, സിംഗിൾ ഓണർ, 25,000 കിലോമീറ്റർ ഓടിയ ബട്ടർ സ്റ്റാർട്ട് വരുന്ന XV, ഏറ്റവും ടോപ്പിൻ്റെ വാഹനമാണ്. 2021 3-ാം മാസമാണ്. ഇപ്പോൾ കറക്റ്റ് 3 വർഷമായി. കറക്റ്റ് 3 വർഷമായിട്ടുണ്ട്. 25,000 നോർമൽ ഓട്ടമാണ് ഓടിയിട്ടുള്ളത്. ബട്ടർ സ്റ്റാർട്ട് വരുന്ന വാഹനം അല്ല? സ്റ്റാർട്ട് വരും, അലൈവിൽ വരും. മാനുവൽ 360 ക്യാമറ ഉണ്ട്. അത് ശരി, ഓക്കെ. മാനുവൽ 1 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. 1 ലിറ്റർ അത്യാവശ്യം മൈലേജ് ഉണ്ടാവുമോ? അത്യാവശ്യം മൈലേജ് ഉണ്ട്. 16 കിട്ടുമോ ലോങ്ങിൽ? 18, 16, 17. ഓക്കെ, ഒരു 14-16 ആ റേഞ്ച് പ്രതീക്ഷിക്കാം. ഓക്കെ, ക്ലെയിം ഒന്നുമില്ലല്ലോ? റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ, നല്ലൊരു ഒന്നുമില്ല. ഇത് നല്ലൊരു ലോ കിലോമീറ്റർ വാഹനമാണ്. അപ്പം നിസാൻ മാഗ്നൈറ്റ് ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ പേഴ്സണലായിട്ടൊന്ന് കമൻറ്റ് അടിക്കുക അല്ലേ? അത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഉപകാരമാവും. വണ്ടീനെ പറ്റിയുള്ള ഒരു കമൻറ്റ് നിങ്ങൾ ചെയ്യുക. എങ്ങനെയാണെന്ന് എത്ര ഇപ്പോൾ? ഇത് നമുക്ക് ലാസ്റ്റ് 6,90,000 കൊടുക്കാം. 6,90,000 രൂപയ്ക്ക്. ടോപ്പ് എൻഡാണ് ഇത്? ഏറ്റവും ടോപ്പ് എൻഡാണ്. 6,90,000 രൂപയ്ക്ക് 2021 25,000 കിലോമീറ്റർ ഓടിയ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. 1 ലിറ്റർ എഞ്ചിനാണ്.
അത്യാവശ്യം മൈലേജും കിട്ടുന്നുണ്ട്. ലോണ് ഒരു 6-6.5 ഒക്കെ കയറുമോ? ഏകദേശം 6 ലക്ഷം കയറും. 7 ലക്ഷം കിട്ടാൻ സാധ്യത ഉണ്ട്. എന്നാലും പറയാം 6 വരെ. അതായത് ഒന്നുകിൽ 0 അല്ലെങ്കിൽ ഒരു 50,000 ഡൗൺ പേയ്മെന്റ് കണ്ടാൽ ഈ വാഹനം നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും. താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അടുത്തതും ഒരു കോമ്പാക്ട് SUV തന്നെയാണ്. വിറ്റാര ബ്രസ KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനം തന്നെയാണ്. ഇതും എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 മോഡൽ, സെയിം മോഡലാണ്. ഓക്കെ. 30,000 കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർ വണ്ടി. ഓക്കെ. 3 വർഷം കൊണ്ട് 30,000 നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് അല്ല? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഏതോ ഓപ്ഷൻ ഇത്? ഇത് VXi പ്ലസ് ബട്ടൺ സ്റ്റാർട്ടൊക്കെ വരുന്ന വണ്ടി. ബട്ടൺ സ്റ്റാർട്ട് വരും. ടോപ്പിന്റെ താഴേക്ക് താഴെ പ്രൊജക്ട് വരും. നമ്മളിപ്പോൾ ഇതിൽ അഡീഷണൽ ആയാലും നമ്മളിതിൽ റിവേഴ്സ് ക്യാമറയും ടച്ച് സ്ക്രീനും ചെയ്ത് കൊടുക്കും. ഓക്കെ. ഇപ്പോൾ ചെയ്തിട്ടില്ല. ഫുൾ ഓപ്ഷൻ ഏകദേശം അലവിലിൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ. അലവിൽ വേണമെങ്കിൽ നമുക്ക് ഡൽഹിയിൽ നിന്ന് ഇറക്കാം. ഓക്കെ. നല്ല സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ടയർ ഭാഗങ്ങൾ ഒരു 30,000 ഓടി തന്നെ ടയേഴ്സ് അല്ല? അതിൽ ഫോഗ് ലാമ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫ്രണ്ട് ഫോഗും ചെയ്തു. ഓക്കെ. അലയും കൂടെ കയറ്റിയാൽ ഫുൾ ഓപ്ഷനായി. ഓക്കെ. എത്ര പാസ് ചെയ്യുന്നത്? നമുക്കൊരു 8 കൊടുക്കാം. 8,50,000 രൂപയ്ക്ക് 2021 30,000 കിലോമീറ്റർ ഓടി VXi പ്ലസ് സിംഗിൾ ഓണർഷിപ്പ് വിറ്റാര ബ്രസ സ്വന്തമാക്കാം. ലോൺ ഏകദേശം ഒരു 7 ലക്ഷം രൂപ, 7 lakhs കിട്ടും. ഓക്കെ. ഇതൊന്നും ചെയ്യണില്ലെങ്കിൽ നമുക്ക് 10 രൂപ പിന്നെയും കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ബ്രസ പെട്രോളാണ്. മൈലേജ് എങ്ങനെയായാലും ഒരു 12, 14, 15 അല്ല മാക്സിമം അത്ര നോക്കണ്ടു. അടുത്ത വണ്ടിയിലേക്ക് ഇതാ നല്ലൊരു ഡാർക്ക് എഡിഷൻ അൾട്രോസ് ആണ്. ടാറ്റ അൾട്രോസ് ഡാർക്ക് എഡിഷൻ വാഹനം. KL 45 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 45 എരിഞ്ഞാലക്കുട ആയിരിക്കും അല്ലേ? ആണ്, ഉറപ്പിക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2021 വണ്ടി. 21. ഓക്കെ. 21 വണ്ടി, 33,000 കിലോമീറ്റർ ഓടിയ എക്സെറ്റ് പ്ലസ് ആണ്. ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ ആണ്. ഓട്ടോമാറ്റിക് വരുമ്പോൾ എക്സെറ്റ് A+ വരും. ഇത് മാനുവൽ വാഹനമാണ്. അതിൽ ടോപ്പൊക്കെ ഡാർക്ക് എഡിഷൻ, മൊത്തം ഡാർക്കാണ്. ഉള്ളും ഡാർക്ക് എഡിഷൻ ആണ്. ഒരു സ്പെഷ്യൽ എഡിഷൻ പോലെ ഇറങ്ങിയ വാഹനമാണ്. ഡാർക്ക് 1280 വില വരുന്ന വണ്ടിയാണ്. അന്ന് വില ഉണ്ടായിരുന്നു. ടർബോ ആണ് കേട്ടോ. ടർബോ, അതെ 1.2 ടർബോ അല്ല? ഓക്കെ. നല്ല പവറുള്ളൊരു വാഹനം. പവർ വിത്ത് സേഫ്റ്റി. 5 സ്റ്റാർ സേഫ്റ്റി ഉണ്ട്, പവറും ഉണ്ട്, ലുക്കും ഉണ്ട്. ഡാർക്ക് എഡിഷൻ എന്ന് പറയുമ്പോൾ നല്ല അത്രയും ക്വാളിറ്റി ഉള്ള ലെവലിൽ. അതെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടി നോക്കി നടക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കാം. 25,000 30 ഓടിയത് 33,000 കിലോമീറ്റർ. 33,000 ഓടിയ വാഹനമാണ്. 2021 വാഹനം തന്നെ. എക്സെറ്റ് പ്ലസ് 21-22 രജിസ്ട്രേഷൻ ഉണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 7,25,000 രൂപ കൊടുക്കാം. 7.25 ലക്ഷം രൂപയ്ക്ക് 8 ലക്ഷം രൂപ IDV ഉണ്ട്. അപ്പോൾ ലോണ് ഫുള്ള് കയറും. ചാൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ ട്രാക്ക് കൂടി ഡിപ്പെൻഡ് ചെയ്തിരിക്കും ലോണിൻ്റെ കാര്യം. ഫിനാൻസ്, അതായത് ബാങ്കിങ് ട്രാൻസാക്ഷനും അതിൻ്റെ മുന്നത്തെ റെക്കോർഡൊക്കെയാണ് ഈ ട്രാക്ക് എന്ന് പറയുന്നത്. അതുകൂടെ നോക്കിയിരിക്കും ലോണിൻ്റെ കാര്യം. അപ്പോൾ അങ്ങനെ ഓക്കെ ആണെങ്കിൽ ഫുൾ ലോൺ വരെ കിട്ടാൻ ചാൻസ് ഉള്ളൊരു വാഹനം. അത്രയേ ഉള്ളൂ. മൈലേജ് ഇതിലും കുറവായിരിക്കും. കാരണം വെച്ചാൽ ഒരു ടർബോ ആണ്. 11 മുതൽ 14, 15 വരെയൊക്കെ കണ്ടാൽ മതി മാക്സിമം നോക്കി ഓടിക്കുകയാണെങ്കിൽ. ഓക്കെ. അടുത്ത മാരുതി സുസുക്കി എക്സ്പ്രസോ ആണ്. KL 71 രജിസ്ട്രേഷൻ. ഒരു വെറൈറ്റി കളറാണല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019-20 രജിസ്ട്രേഷൻ. ഓക്കെ. VXi പ്ലസ് ആണ്. ടോപ്പ് എൻഡ് ആണ്. എത്ര ഓടി ഇപ്പോൾ? ഓട്ടോ 29,000 കിലോമീറ്റർ. ഓട്ടോ 29,000. 10 മോഡൽ 20 രജിസ്ട്രേഷൻ. ഓക്കെ. നോർമൽ ഓട്ടാണ്. 4 വർഷം കൊണ്ട് നോർമൽ ഓട്ടോ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് 4 വർഷമായി. 3-ാം മാസമാണ് വാഹനം. ഏറ്റവും ടോപ്പ് എൻഡ്. ഇതെങ്ങനെ ഈ കളറ് ഇങ്ങനെ ഇറക്കിയാണോ? ആ എക്സ്പ്രസ് ഇറങ്ങിയ സമയത്ത് ഇങ്ങനത്തെ കുറച്ച് കളറുകളുണ്ട്. കമ്പനി ഇറക്കിയത് ഇങ്ങനത്തെ കുറച്ച് കളറുകളുണ്ട്. ആ സമയത്ത് കുറച്ച് വെറൈറ്റി കളറുകൾ. ബ്ലാക്ക് അഡിക്ഷൻ ചെയ്താണോ അതോ ചെയ്താന്ന് തോന്നുന്നു? സ്റ്റിക്കർ ചെയ്താന്ന് തോന്നുന്നുണ്ട്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളോ? ഒന്നുമില്ല. നീറ്റ് വണ്ടി അല്ല? എന്തായാലും ഒരു 17-19 റേഞ്ച് മൈലേജ് കിട്ടുമായിരിക്കും. വലിയ വെയിറ്റില്ലാത്ത 800cc വാഹനമാണ്. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം? ഞങ്ങൾക്കൊരു 3,95,000 രൂപ കൊടുക്കാം. 3,95,000 2019 മോഡൽ 20 രജിസ്ട്രേഷൻ VXi പ്ലസ് എക്സ്പ്രസോ സ്വന്തമാക്കാം. ഇത് 1 ലിറ്റർ ആണോ? 1 ലിറ്റർ ആണോ വരുന്നത്? 1 ലിറ്റർ ആണ് വരുന്നത്. 800cc മോഡൽ. സോറി, 1 ലിറ്റർ വരുന്നത്. ഓക്കെ. ലോൺ 3.5 ലോൺ കിട്ടും. ഓക്കെ. ഒന്നും പറയാനില്ല. ഇതും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇറക്കാൻ പറ്റിയൊരു ചെറിയ വാഹനം. അടുത്ത വണ്ടിയിലേക്ക് മാരുതി സുസുക്കി ബലെനോ. ന്യൂ ഷേപ്പ് ബലെനോ ആണ്. KL 77 രജിസ്ട്രേഷൻ. ഒരു രക്ഷയില്ലല്ലേ ചൂട്? പറഞ്ഞോ എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 ലാസ്റ്റ് വണ്ടി. സിംഗിൾ ഓണർ. സീറ്റ ആണ്. ഫുള്ളിൻ്റെ തൊട്ട് താഴെ
ചെറിയ എന്തോ വ്യത്യാസം വരുന്നുള്ളൂ കാര്യമായിട്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ബട്ടർ സ്റ്റാർട്ട് ഉണ്ട്, അലോയ് ഉണ്ട്, ടച്ച് സ്ക്രീൻ ഉണ്ട്, എല്ലാം ഉണ്ട്. ഡിഫോഗർ, വൈപ്പർ, പ്രൊജക്ടർ, ഹെഡ് ലാമ്പ്, അലോയ്സ് എല്ലാം വരുന്നുണ്ട്. ചെറിയ എന്തോ മാറ്റേ ഉള്ളൂ. ഓക്കെ. ഇതിൽ 5 പുതിയ ടയർ ഉണ്ട്. 50,000 സർവീസ് കഴിഞ്ഞു. ഒന്നും നോക്കാനില്ല. പ്രോപ്പർ ഹിസ്റ്ററി ഉണ്ട്. ഓക്കെ. പെട്രോളാണ് വാഹനം വരിക. ഒരു മാക്സിമം ഒരു 16 രൂപയൊക്കെ മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. ഒരു 12 മുതൽ 16 രൂപയൊക്കെ മൈലേജും കിട്ടും. അപ്പോൾ എത്രയാ? ആസ്ക് ചെയ്യുന്നത് എത്ര ഇപ്പോൾ? ഇത് നമുക്ക് 670 കൊടുക്കാം. 6,70,000 സീറ്റ 2019 അല്ലേ? 19 ജാക്കറ്റ ടയർ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ട് ചെയ്താ. അത് ശരി. പുതിയ 7,000 രൂപ അടക്കമായി ഒരു ടയറിന്. 5 ടയർസ് ചെയ്തിട്ടുണ്ട്, സ്റ്റെപ്പിന് അടക്കം. അപ്പോൾ ഒന്നും നോക്കാനില്ല. ഒരു 5.25 ലോൺ വരുമോ? 6ന്റെ പുറത്ത് ലോൺ കിട്ടും. അത്രയും കിട്ടും. 6 ലക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്. ഫുൾ ലോണ് ചാൻസ് ഉണ്ട്. 6,70,000 രൂപ വണ്ടി വില. അത് ശരി. 6,70 വണ്ടി വില. ഓക്കെ. 6,50 കിട്ടാൻ സാധ്യതയുണ്ട്. 20,000 ഇറക്കിയാൽ 20,000 കണ്ടാൽ ഇറക്കാൻ പറ്റും. ചിലപ്പോൾ നോക്കാം. എന്തായാലും പ്രൊഫൈൽ വേണം, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അങ്ങോട്ട് നമ്മൾ സ്വിഫ്റ്റുകളുടെ ഒരു ചാകര കാണാൻ പോവാണ്. KL 75 രജിസ്ട്രേഷനുള്ള ന്യൂ ഷേപ്പ് റെഡ് സ്വിഫ്റ്റ് ആണ് ഇത്. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2019 LXI ബേസ് ഓപ്ഷൻ ആണ്. ഡോർ പവറിന്റെ ഇതുണ്ട്. 40,000 കിലോമീറ്റർ ഓട്ടം. അതിലിപ്പോൾ ക്ലച്ച് ലേശം ആടുണ്ടായിരുന്നു. അപ്പോൾ ഷോറൂമിൽ നിന്ന് പുതിയ ക്ലച്ച് ചെയ്ത് നമ്മൾ ക്ലച്ച് മാറ്റി. ഓക്കെ. അതേപോലെ നമ്മൾ ഓയിൽ ചേഞ്ച്, ഫിൽറ്റർ ഇതെല്ലാം മാറി. 40,000 ഫുൾ സർവീസ് കഴിഞ്ഞു. ഫുൾ കഴിഞ്ഞിട്ടുണ്ടല്ലേ? 15,000 രൂപയുടെ ബില്ലുണ്ടായില്ല വണ്ടി ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഫുൾ പ്രോപ്പർ ഹിസ്റ്ററി പോയ വാഹനമാണ്. 2019 മോഡൽ LXI സ്വിഫ്റ്റ്. ഓണർഷിപ്പ് സിംഗിൾ ഓണർ. ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ. എത്ര ആസ്ക് ചെയ്യുന്നത് ഇപ്പോൾ? 5,20. 5,20,000 രൂപയ്ക്ക് 19 LXI സ്വിഫ്റ്റ് സ്വന്തമാക്കാം. വില നമ്മൾ ഈ പറയുന്നതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണോ അതോ ഫൈനലാണോ? ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞുള്ളതൊക്കെ 25,000 രൂപ ഇവിടെ കൂട്ടി പറഞ്ഞ ഷോറൂം കൂട്ടി പറഞ്ഞ വണ്ടികളാണ്. ലാസ്റ്റ് റേറ്റ് ആക്കിയിട്ട് പറഞ്ഞത് വീഡിയോയിൽ എല്ലാം ലാസ്റ്റ് റേറ്റ് ആണ് പറയുന്നത്. ഓക്കെ. ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. പിന്നെ എത്ര ലോണ്? 4.5 കിട്ടും. 4.5 വരെ ലോൺ കയറുന്നുണ്ട് അല്ലേ? ഓക്കെ. അത്രയേ ഉള്ളൂ. ഇനിയും റെഡ് സ്വിഫ്റ്റുകൾ കാത്തിരിവുണ്ട്, നോക്കാം അല്ലേ? ഓക്കെ. അടുത്ത സ്വിഫ്റ്റ് ആണ്. റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് ആണ്. മേലെ മാറ്റ് ചെയ്താണോ? ഇത് ചെയ്താണ് മാറ്റ് ചെയ്താണ്. KL 55 തിരൂർ രജിസ്ട്രേഷൻ ആണ്. ഇതേതാ മോഡൽ കാര്യങ്ങളൊക്കെ? 2019 മോഡൽ VXI. സെയിം മോഡൽ VXI ആണ് ഇത് ഓപ്ഷൻ വരുന്നത്. മിഡിൽ ഓപ്ഷൻ പെട്രോൾ ആണ്. 4 ടയർ പുതിയതുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. സെക്കൻഡ് ഓണർഷിപ്പ് വരുന്നത്. ഓട്ടോ എത്ര പോയി? ഓട്ടോ 55. 55,000. KL 55 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. ഓട്ടോ 55,000 ഓടി 2019. വലിയൊരു ഓട്ടം പോയിട്ടില്ല. നോർമൽ ഓട്ടാണ്. ടയേഴ്സ് പുതിയ ടയേഴ്സാണ്. ഓക്കെ, പുതിയ ടയേഴ്സാണ്. നല്ല വണ്ടി. ടച്ചിങ് അങ്ങനെ ഇല്ല കേട്ടോ. നീറ്റാണ്. എന്നാലും മറ്റേ സ്വിഫ്റ്റ് പോലെയല്ല. ബ്ലാക്ക് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു ഭംഗി വെച്ചിട്ടുണ്ട്. സ്റ്റിക്കറിംഗ് ആണ്, വേറെ പെയിന്റിംഗ് ഒന്നുമില്ല. ഓക്കെ. ഇതിപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്കൊരു 5,90 കൊടുക്കാം. 5,90,000 രൂപയ്ക്ക് ഈ 2019 VXI സ്വിഫ്റ്റ് സ്വന്തമാക്കാം. 55,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. ഒരു 5-5.25 ലോൺ കിട്ടും. 5 ലക്ഷം ലോൺ കിട്ടും. 5.5 വരെ കിട്ടും. 10-40,000 കണ്ടാൽ ഇറക്കാം. ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഈ ഒരു വാഹനം ഇറക്കാൻ സാധിക്കും. ഇത് അടുത്ത 2-3 സ്വിഫ്റ്റ് ഇങ്ങനെ പിന്നെ വെയിറ്റിംഗ് ആണ്, അങ്ങോട്ടേക്ക് പോകും. അടുത്തതൊരു ബ്ലൂ സ്വിഫ്റ്റ് ആണ്. ബ്ലൂ കളർ. KL 25 പുനലൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? ഇത് 2022 വണ്ടിയാണ്. 22. ഓക്കെ. 36,000 കിലോമീറ്റർ ഓട്ടം. സെക്കൻഡ് ഓണർഷിപ്പ്. റീപ്ലേസ് ഒന്നുമില്ല. 2 വർഷമായി. ഇപ്പോൾ 36 ടയർ ഇപ്പോൾ മാറിയിട്ടുണ്ട്. പുതിയ ടയർ ഇട്ടുണ്ട്. പുതിയ ടയർസ് ആണല്ലേ? ഓക്കെ. നല്ല സീറ്റ് കവർ അവർ ചെയ്തിട്ടുണ്ട്. എന്തായാലും നല്ല ലുക്കുണ്ട്. ദൂരെ കണ്ട സ്വിഫ്റ്റിന് ഏറ്റവും ബെറ്റർ സീറ്റ് കവർ തന്നെയാണ്. ഓക്കെ. ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. 2 വർഷമായി വണ്ടി. എത്ര ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്? ഇത് നമുക്കൊരു 6,90 കൊടുക്കാം. ഏതായിരുന്നു ഓപ്ഷൻ? ഇത് VXI ആണല്ലേ? 6,90,000 ഫൈനൽ റേറ്റ് ആണ് ഏകദേശം. പിന്നെ 6 lakh ലോൺ വരുമല്ലോ. അതിൻ്റെ മേലെ കിട്ടുമോ? കിട്ടാൻ സാധ്യതയുണ്ട്. നോക്കാം. ഓക്കെ. സ്വിഫ്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യങ്ങളെല്ലാം വരും. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത സ്വിഫ്റ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. KL 46 ഗുരുവായൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. ഇതിൽ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട നീലയിലും സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. KL 46 ഗുരുവായൂർ. പറഞ്ഞോളൂ എങ്ങനെ? ഇത് 2021 മോഡൽ. ഓക്കെ. VXI ഓട്ടോമാറ്റിക് വാഹനമാണ്. AMT ആണ്. ഗിയർ ബോക്സ് വരിക. നോർമൽ മൈലേജ് തന്നെ കിട്ടും. നമ്മൾ മാനുവലിൻ്റെ ഏകദേശം മൈലേജ് തന്നെ കിട്ടും. 18-20 റേഞ്ച് മൈലേജ് കിട്ടും. ഇതിലും ക്ലെയിം ഒന്നുമില്ല. ഇതിൽ ഒരു 85,000 രൂപയുടെ ഫിറ്റിംഗ്സ് അവർ ചെയ്തിട്ടുണ്ട്. ബലേന അലോയ്സ് ഇട്ടിട്ടുണ്ട്. 16 ഇഞ്ചിന്റെ. അതേപോലെ തന്നെ നല്ല വില കൂടിയ ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. പിന്നെ സ്കട്ടിങ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ. 15,000 സർവീസ് ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളൂ വണ്ടി. ഓക്കെ. അപ്പോൾ പ്രോപ്പർ സർവീസും എല്ലാം ഉള്ള ഒരു 2021 അല്ലേ പറഞ്ഞത്? 21.
21 മോഡൽ VXI സ്വിഫ്റ്റ് ആണ്. എത്രയാണ് പാസ് ചെയ്യുന്നത്? 7,55 കൊടുക്കാം. ഓട്ടോമാറ്റിക് ആണ്, മാറിപ്പോണ്ട. മാനുവലായിട്ട് നല്ല വില വ്യത്യാസം വരും ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ. 7,55,000 രൂപ ലാസ്റ്റ് റേറ്റ് ആണ്. 2021 ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ്. ഒരു 6.25 ലോൺ വരും, കിട്ടും. വീണ്ടും ഒരു ബ്ലൂ കളർ സ്വിഫ്റ്റ് വന്നു. KL 46 ഗുരുവായൂർ വണ്ടി തന്നെയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ, 20 ലാസ്റ്റ് വണ്ടിയാണ്. 24,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് ആണ്. 3 വർഷം കൊണ്ട് 24,000 ലോ കിലോമീറ്റർ ആണ്. ഓട്ടോമാറ്റിക് ആണ്, MT തന്നെ. ഗിയർ ബോക്സ് എത്രയാ ആസ്ക് ചെയ്യുന്നത്? നമുക്ക് 6,95 കൊടുക്കാം. ഓക്കെ, 2020 ലാസ്റ്റ് വണ്ടി. 6,95,000 രൂപ. ലോ കിലോമീറ്റർ ആണ് ഇത് ഓടിയത്. ലാസ്റ്റ് റേറ്റ് ആണല്ലേ? ഓക്കെ, ഒരു 6 ലക്ഷം രൂപ ലോൺ കൊടുക്കാൻ പറ്റും. അപ്പോൾ സ്വിഫ്റ്റ് തിരഞ്ഞ് നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്യാൻ പറ്റിയ ഷോറൂമാണ് ബ്രോഡ്കാസ്റ്റ്. ധൈര്യമായിട്ട് വരാം. ക്വാളിറ്റി ഉണ്ടാവും. ക്വാളിറ്റി കോംപ്രമൈസ് ഇല്ല. ഓക്കെ, വില നമുക്ക് പറയുന്നതൊക്കെ ഏകദേശം ലാസ്റ്റ് റേറ്റ് ആണ്. എന്നാലും നിങ്ങൾക്ക് അങ്ങനത്തെ വണ്ടികൾ വേണമെന്നുണ്ടെങ്കിൽ ഏൽപ്പിച്ച് വെച്ചാൽ എടുത്തു കൊടുക്കാൻ പറ്റൂല, ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. മാരുതി സുസുക്കി ബലേനോ ആണ് അടുത്തത്. KL 17 എറണാകുളം മൂവാറ്റുപുഴ രജിസ്ട്രേഷൻ വാഹനമാണ്. ഒരു ബലേനോയിൽ അങ്ങനെ കാണാത്തൊരു കളറാണ്. അതെ, എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ ഓട്ടോമാറ്റിക് CVT വാഹനം. ഏറ്റവും ടോപ്പ് ആണ്. ഓക്കെ, 2018. ഓട്ടോ എത്ര പോയി? ഓട്ടം 47,000 കിലോമീറ്റർ ഓട്ടം. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഇപ്പോൾ CVT ബലേനോയിൽ വരുന്നില്ല. ഇല്ല. അതാണ് CVT ഗിയർ ബോക്സ്. താല്പര്യമുള്ളവരുടെ പെട്ടെന്ന് തന്നെ വിളിക്കാം. ഓക്കെ, ഈ ഒരു കളറിന് മാച്ചായിട്ടുള്ള ഇന്റീരിയർ തന്നെയാണ് വരുന്നത് അല്ലേ? ഓക്കെ, വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. നീറ്റ് വണ്ടി. ഓക്കെ, ലോ കിലോമീറ്റർ വാഹനം. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,10 കൊടുക്കാം. 7,10,000 2018 ഓട്ടോമാറ്റിക് CVT ആൽഫ ബലേനോ 7,10 സ്വന്തമാക്കാം. ഒരു 6-6.25 കിലോമീറ്റർ. 11 ലക്ഷം രൂപ വണ്ടിയാണ്. അത് ശരി. എത്ര ലോൺ കിട്ടും? 7 ലക്ഷം കിട്ടും. ഏകദേശം ഫുള്ള് കിട്ടും. ഫുള്ള് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഫുള്ളോണ് സാധ്യതയുള്ള അടുത്തൊരു ഓട്ടോമാറ്റിക് ബലേനോ ആണ്. തേർഡ് പാർട്ടി ഇൻഷുറൻസ് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ലോണിൻ്റെ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് ഫുൾ കവർ എടുത്ത് കൊടുക്കാം. ഫുൾ കവറിൽ മാക്സിമം IDV കൂട്ടി എടുക്കാം. IDV എന്ന് പറഞ്ഞാൽ ഇൻഷുർഡ് ഏകദേശം IDV എടുക്കാം നമുക്ക്. അതെ, ഇൻഷുർഡ് ഡിക്ലയർഡ് വാല്യൂ ആണ്. ഇൻഷുറൻസ് കമ്പനി വണ്ടി കൊടുക്കുന്ന വിലയാണ്. മാക്സിമം കൂട്ടിയെടുക്കാം. മാർക്കറ്റ് റേറ്റിൽ എത്ര വില ഉണ്ടോ അത് മാക്സിമം കൂട്ടിയെടുക്കാൻ ശ്രമിക്കുക. അത്രയേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹോണ്ട സിറ്റി KL 58 കോഴിക്കോട് കണ്ണൂർ തലശ്ശേരി രജിസ്ട്രേഷൻ വാഹനമാണ്. കണ്ണൂർ ജില്ലയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2020 മോഡൽ ന്യൂ ഷേപ്പാണ് വണ്ടി. 20 ന്യൂ ഷേപ്പ്. ഓക്കെ, 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക്കാ? വി മാനുവൽ വാഹനമാണ്. ഇതിൻ്റെ മുകളിൽ VX പിന്നെ ZX ഒക്കെ വരുന്നുണ്ടല്ലോ. ഓക്കെ, മാനുവലാണ്. സൺറൂഫ് കാര്യങ്ങളൊന്നും വരില്ല. ബാക്കി നോർമൽ അലോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ ഷേപ്പിലൊക്കെ മാറ്റം ഉണ്ടാവും ടോപ്പ് മോഡലിലേക്ക് പോകുമ്പോൾ. പിന്നെ എയർ ബാഗ് നടന്ന് കുറവ് വരും. ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും. ഏറ്റവും ന്യൂ ഷേപ്പാണ് അല്ലേ? ഓക്കെ, എത്രയാണ്? ബട്ടർ സ്റ്റാർട്ട് വരുന്നുണ്ട്, റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. അങ്ങനത്തെ എല്ലാം വ്യത്യാസം വരും. സൺറൂഫ് അലോയ്സിന്റെ ഷേപ്പ് മാറും. അങ്ങനത്തെ ഒക്കെ വ്യത്യാസമേ ഉള്ളൂ. ഓക്കെ, എത്ര ഓട്ടം? എത്രയാ ഓട്ടം? 30,000 ഓടിയിട്ടുള്ളൂ. 30,000. ഓൺ ദ റോഡ് 15 ലക്ഷം രൂപ വരുന്ന വണ്ടിയാണ്. ഓൺ ദ റോഡ് നമുക്ക് ലാസ്റ്റ് 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷത്തിന് ഒരു ഹോണ്ട സിറ്റി നോർമൽ കിലോമീറ്റർ ഓടിയ ഒരു കിടിലൻ ഹോണ്ട സിറ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം. മാനുവൽ വാഹനമാണ്, പെട്രോളാണ്. മൈലേജ് എങ്ങനെ പോയാലും ഒരു 12 to 15 അകത്തായിട്ടേ കിട്ടുള്ളൂ. കസ്റ്റമർ ഉപയോഗിച്ച ആള് നമ്മളോട് പറഞ്ഞ് 17 വരെ കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. ലോങ് ഒക്കെ ചിലപ്പോൾ കിട്ടാൻ ചാൻസ്. അങ്ങനെ നോക്കി ഓടിച്ചാലേ കിട്ടുള്ളൂ. ഓക്കെ, അല്ലാണ്ട് ചവിട്ടിയെടുത്താൽ കിട്ടൂല. അത്രയേ ഉള്ളൂ. അപ്പോൾ മാക്സിമം ലോൺ കയറും? 10 ലക്ഷം ലോൺ കിട്ടും. അതും ഫുള്ള് 10 ലക്ഷം കിട്ടും. നമ്മൾ IT അടിച്ച കസ്റ്റമർ ആണെങ്കിൽ 10 ലക്ഷം ലോൺ കൊടുക്കാം. മാക്സിമം ലോൺ കിട്ടും. 15 ലക്ഷം രൂപ ഓൺ ദ റോഡ് വരുന്ന വണ്ടി. ചോദിച്ചാൽ എത്രയാണ്? 10 ലക്ഷം രൂപ കൊടുക്കാം. 10 ലക്ഷം നമുക്കിത് കോസ്റ്റ് ഉള്ള വിലയാണ്. ഞാനൊരു എംജിനെ ടെസ്റ്റ് എഞ്ചില് കോസ്റ്റുള്ളൊരു വിലയാണിത്. ആ വിലക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ അവസാനത്തെ വാഹനമായിരുന്നു. ഇനി പുതിയ സ്റ്റോക്ക് വന്നിട്ട് നമുക്ക് വീണ്ടും ഇവിടെ വന്ന് വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, കമൻറ്റ് ചെയ്തോളൂ. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ഡിസ്ലൈക്ക് ചെയ്തോളൂ. അതും കൂടി എന്തുകൊണ്ടാണെന്നുള്ള കമൻറ്റ് ചെയ്യുക. എന്തൊക്കെ മാറ്റം വരുത്തണം അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഞങ്ങൾക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നില്ല അല്ലേ? ഓക്കെ, അപ്പോൾ സപ്പോർട്ട് തന്നുകൊണ്ടേയിരിക്കുക. എല്ലാവർക്കും നന്ദി. നിങ്ങളുടെ കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മേരാ കാസ്. ഞങ്ങൾക്ക് നിങ്ങളുടെ കാറ് മാക്സിമം വിലയിൽ നിങ്ങളുടെ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് കാർ വിൽക്കാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ അങ്ങോട്ട് വന്ന് നിങ്ങളുടെ കാർ പർച്ചേസ് ചെയ്യും. അപ്പോൾ അതിനെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ കോൺടാക്ട് ചെയ്യുക. ഷോറൂമിലേക്ക് ഹുസൈൻ കെ കോൺടാക്ട് നമ്പർ മുകളിൽ ഈ വലത് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യുക, മറന്നു പോകണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും നന്ദി. ഹുസൈൻ കാ, താങ്ക്സ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.